ഹലോ ട്രാവൽ ഷൂട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ അങ്ങനെ കുറ്റാലത്തെത്തി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ സീസൺ ടൈമാണ്, സ്വാമിമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കുറ്റാലം മുഴുവൻ. ഞങ്ങൾ കുറ്റാലത്തിന് താഴെ നിൽക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് മേലോട്ട് കയറിപ്പോയി കുറ്റാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഒരു കട പോലും ഇടാതെ എല്ലാ കടയിലും നല്ല തിരക്കാണ് കേട്ടോ. പോരാത്തിന് സുഗന്ധവ്യഞ്ജനങ്ങൾ വരെ വിൽക്കുന്ന കടകളുണ്ട്. കൂടുതലും വരുന്ന തമിഴ്നാട്ടുകാരായതുകൊണ്ട് അവർക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലേ. വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ രണ്ട് വശങ്ങളിലും നിറയെ കടകളാണ് കേട്ടോ. ഏറ്റവും കൂടുതലുള്ള ഡ്രസ്സുകളാണ്. നമ്മളിവിടെ എന്തായാലും വാട്ടർഫോൾസിലാണല്ലോ വരുന്നത്, അപ്പോൾ എന്തായാലും നനയും. അങ്ങനെ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻ, കുട്ടികൾക്കുള്ള വളകളും മാലകളും കളിപ്പാട്ടങ്ങളുമായിട്ട് അങ്ങനെ ഒരു കളക്ഷൻ. പിന്നെ ഉള്ളത് സ്പാ അല്ലെങ്കിൽ മസാജ്, അങ്ങനെയുള്ള കുറേ കടകളാണ് കേട്ടോ. അങ്ങനെ കടകളിലെ സാധനങ്ങളും എല്ലാം നമ്മൾ കണ്ടു. കയ്യിൽ കാശില്ലാത്തപ്പോൾ ഞാനൊന്നും വാങ്ങിയില്ല. അപ്പം നേരെ നമുക്കിനി വെള്ളച്ചാട്ടം കാണാൻ പോവാം. അപ്പോൾ ഇത് നമ്മുടെ പുറകിൽ കാണുന്നതാണ് കേട്ടോ വെള്ളച്ചാട്ടം. ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം മൊത്തം കുളിസീനാണ്. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അതേ ഞാൻ എന്താ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടെ വരെ ക്യാമറ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ വെള്ളത്തിൽ ചാടിയ ക്യാമറയും കൂടി വെള്ളത്തിൽ ചാടും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര വെള്ളത്തിൻ്റെ ഒച്ചയാണ്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് ക്യാമറ അലൗഡാണ്, കാരണം ആരെയും കുളിക്കാനൊന്നും ഇറക്കുന്നില്ല. ഭയങ്കര റഷാണ്, അതുപോലെ തന്നെ ഭയങ്കര വെള്ളമാണ്. நம்ம ஆளுக்கு ஃபுல்லாக எல்லாம் உள்ளே போய் நிற்காங்க. அதனால கல், சின்ன கல் விழுந்தா கூட மண்டை அப்படியே புழுந்து போயிடுது. അപ്പോൾ ഇതേ നമ്മളെ കുറ്റാലം കണ്ടു. ഇത്രയും നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് ഇവിടെ വെള്ളമൊന്നും ഇല്ലെന്നാണ്. അപ്പോൾ ഞാൻ അതും പ്രതീക്ഷിച്ചാണ് വന്നത്. വെള്ളമൊന്നും ഉണ്ടാവത്തില്ല, ഫ്ലോപ്പായി പോകുന്നു. പക്ഷെ നല്ല അടിപൊളിയാണ്, നൈസ് വൈബാണ്. ഭയങ്കര വെള്ളമായതുകൊണ്ട് ആരെ ഇറക്കണില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുറ്റാലത്താകെ 2 വെള്ളച്ചാട്ടമാണ് ഉള്ളത് കേട്ടോ. അതിനകത്ത് ഒന്നിൽ നമ്മൾ പോയി. രണ്ടാമത്തത് മെയിനുമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇവിടെയും ഭയങ്കര റഷ് തന്നെയാണ്. ഇവിടെ ക്യാമറ അലൗഡാണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ക്യാമറ എടുക്കുന്നുണ്ട്, കുറേ കുഞ്ഞു പിള്ളേരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം.
ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വാട്ടർഫോൾസിലേക്കുള്ള എൻട്രി കേട്ടോ. ഇതുവഴി ഇങ്ങനെ പോയി കറങ്ങിക്കണ്ട് അപ്പുറത്തൂടെ വരാം. കഴിഞ്ഞ് നമ്മൾ കണ്ട വാട്ടർഫോൾസിൽ കയറ്റി വിടാത്തതിന് കാരണം അതിൻ്റെ മണ്ടയിൽ നിന്ന് കല്ലുരുണ്ട് 2-3 പേരുടെ തലയിലൊക്കെ വീണ് അങ്ങനെ ആക്സിഡൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ആളിനെ ഇറക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാമറ അലൗഡ് ആയിരിക്കില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഈ പുറകിൽ കാണുന്നതാണ് ശരിക്കുള്ള കുറ്റാലം. നേരത്തെ കണ്ടത് ഇതിനൊരു സബ്ബായിട്ട് വരും. പിന്നെ ഈ സൈഡിൽ കാണുന്നത് കോടതിയാണെന്നാണ് കേട്ടറിവ്. എനിക്കതിനെ പറ്റി ഒരു ധാരണയില്ല, അല്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആളിനെ ഇറക്കുകയും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫോൾസിനെക്കാട്ടി നല്ല വലുതാണ് കേട്ടോ. നല്ല എന്താ, ആ 4 വാട്ടർഫോൾസും കൂടി ചേർന്നാലാണ് ഈ ഒറ്റ വാട്ടർഫോൾസിൻ്റെ അത്ര എത്തുക. എനിക്ക് 2 കുട്ടി പട്ടാളത്തിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മിക്കാറും ഇതിനെ കൊണ്ട് വീട്ടിൽ പോകും. ഈ കുട്ടികളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴും മുതൽ എൻ്റെ കൂടെ കൂടിയതാണ്. അങ്ങനെ 2 പാവക്കുട്ടികളുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് നമുക്കൊരു ചെറിയ സമ്മാനം കൊടുക്കാം. ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു VIP ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ പേര് സെൽഫി എടുക്കാനൊക്കെ വന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ്. ഈ ക്യാമറയുടെ പുറകിൽ അവരും ഫോണും കൊണ്ട് എടുക്കുന്നുണ്ട്. എനിക്കതുകൊണ്ട് ചിരി സഹിക്കാൻ വയ്യ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.